അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആമസോണിൻ്റെ ഫ്രീഡം സെയിലും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്രീഡം സെയിൽ, അതെ രണ്ടുപേരുടെ ഫ്രീഡം സെയിലാണ്. ഫ്രീഡം സെയിൽ എന്നൊക്കെ പറയാമെങ്കിലും ഞാൻ നോക്കിയിട്ട് പ്രൈസിൽ അത്ര വലിയൊരു ഫ്രീഡം ഞാൻ കാണുന്നില്ല, അതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫോണിൻ്റെ പ്രൈസൊക്കെ കൂടുതലാണെന്നറിയില്ല. അപ്പം ഓഫ് കോഴ്സ് ഓഫർ സെയിൽസിൽ മേടിക്കുന്നത് നല്ലതാണ്. എന്നാൽ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കോട്ടുണ്ട്, അതായത് യെസ്റ്റർഡേ ആണ് ഏറ്റവും ബെസ്റ്റ് ദിവസം ഫോൺ മേടിക്കാൻ. ടുഡേ ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടും, ടുമോറോ ആകുമ്പോൾ അതിനേലും വലിയ റേറ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു ഓഫർ സെയിൽസും നല്ലൊരു ടൈമാണ് യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം കുറച്ച് ബഡ്ജറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫോൺസ് വരുന്നുണ്ട്, പക്ഷേ ബഡ്ജറ്റ് റേഞ്ച് തീരെ ബഡ്ജറ്റ് റേഞ്ചാണ് ഭയങ്കര തകരാറ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതായത് ഫ്രം 15 to like 60, 70, 1 lakh above അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഫോൺസിൻ്റെ ഓഫേഴ്സ് പറയാൻ പോകുന്നത്. അത് 15 to എന്നല്ല, 15 താഴെയുള്ള 1-2 എണ്ണേ ഞാൻ പറയുള്ളൂ, കാരണം അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഞാനൊരു കുറച്ച് റീൽസൊക്കെ കണ്ടായിരുന്നു, അതിനകത്ത് അതേപോലെ ശാസ്പ്രോ ഇങ്ങനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് എന്നെ ഒരു ആളും കാണിച്ചായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഐഫോണിൻ്റെ വില ഇത്രയും താഴുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനൊരു പോസ്റ്ററൊക്കെ വെച്ച ഒരു ആൾ റീൽ ചെയ്തായിരുന്നു. അത് ആക്ച്വലി ഫേക്കാണ്. ഒരു കാരണവശാലും ഐഫോണിൻ്റെ ആ 17 മോഡലൊക്കെ 40, 50 വരാനുള്ള സാധ്യത ഉദിക്കുന്നില്ല, അത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ അതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ഓഫ് കോഴ്സ് 15,000 അണ്ടറുള്ള കുറച്ച് ഫോൺസാണ്. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് 15 എങ്കിലും പിടിക്കുക. ഞാൻ 10 തുടങ്ങാന്ന് വെച്ചാൽ 10 എനിക്കൊന്നും കിട്ടുന്നില്ല, സീരീസിൽ എനിക്ക് കിട്ടുന്നില്ല. കൂട്ടത്തിൽ ഭേദമായിട്ടൊരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ ഒരു C85X എന്ന് പറഞ്ഞ ഫോണാണ്. ഇതൊരു 13,499 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ M17E, അത് ഡിമെൻസിറ്റി 6400 ഒക്കെ ഉള്ളൊരു ഫോണാണ്, 14,999. സാംസങ് ഫോൺ ഞാൻ പറയില്ല ഈ ഒരു സാഹചര്യത്തിൽ മേക്ക് സെൻസ്, അത് സത്യമാണ്. കുറേ സെൻസ് ചെയ്യുന്ന ഫോൺസാണ്. പിന്നെ കുറേ 4G ഫോൺസുകളുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഒഴിവാക്കുക, പറ്റുമെങ്കിൽ നിങ്ങൾ 5G തന്നെ മേടിക്കുക. ഓഫ് കോഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും, 15 വരെ നീട്ടിയിട്ട് 5G മേടിക്കുക. വേറെ കുറേ മോട്ടോറോളയുടെ ആണെങ്കിലും കുറേ എൻട്രി ലെവൽ ഫോൺസൊക്കെ ഉണ്ട്, ലൈക്ക് G07 പവർ, F07 സാംസങ്ങിനുണ്ട്. ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പേഴ്സണലി എനിക്കത് പോരാ. 4G ഫോൺസാണ്, നോ, തൽക്കാലം അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം. ബഡ്ജറ്റ് ഒരു 15 എത്തിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ 15 to 20,000 കാറ്റഗറിയിൽ നമുക്ക് മോട്ടോയുടെ G37 പവർ ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫോണൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നില്ല. 14,999 നല്ലൊരു കിടിലൻ പ്രൈസിൽ G37 പവർ കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഗുഡ് ഫോണാണ്. യെസ്, അതിൻ്റെ ചിപ്സെറ്റ് ഡിമെൻസിറ്റി 6400 ആണെങ്കിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കുറച്ചൊക്കെ കാരണം ലാഗിനൊരു പരിധി വരെ ഒരു കുറവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സാംസങ്ങിൻ്റെ F17E 5G ഉണ്ട്, സിമിലർ സ്പെസിഫിക്കേഷനുള്ള ഫോണാണ്, 14,999. ഇനി സാംസങ്ങിൻ്റെ ഈ ഒരു F70 5G കുറച്ചുകൂടെ ബെറ്റർ സാംസങ്ങിന് തന്നെ M17 ആണ്. ഇതിൻ്റെ റേറ്റ് 16,999 ആണ്. M17E എന്ന് പറഞ്ഞ ഫോണുണ്ട്, അതും ഡിമെൻസിറ്റി 6400. പക്ഷേ M17 കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡീൽ. കാരണം AMOLED ഡിസ്പ്ലേ, എക്സിനോസിൻ്റെ 1280 സംതിങ് ചിപ്സെറ്റ്, അതായത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ്, അത്യാവശ്യം കുഴപ്പമില്ല ബാറ്ററി, സോഫ്റ്റ്വെയർ അറിയാമല്ലോ. സോ M17 ഹൈലി പ്രിഫേർഡ്. ഞാൻ ഓരോ ബഡ്ജറ്റിലും ഹൈലി പ്രിഫേർഡ് ഫോൺസ് പറയാം. ഒന്ന് G37 പവറാണ്, അതിനേലും പ്രിഫേർഡാണ് M17, സാംസങ് M17E നല്ലതാണ്. പക്ഷേ M17 കിട്ടുവാണെങ്കിൽ അത് സ്റ്റീൽ ഡീൽ. പിന്നെ ഉള്ളത് ഒരു സ്റ്റീൽ ഡീൽ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ M7+ ആണ്. അത് പോക്കോ എടുക്കാം, കാരണം നിലവിലത്തെ അവസ്ഥയിൽ പോക്കോ എടുക്കുന്നതായിരിക്കും ഭേദം. പോക്കോയുടെ ഈ ഒരു ഫോൺ 15,499 ആണ്. ഇതിനകത്ത് എനിക്കൊന്ന് സ്നാപ്ഡ്രാഗണിൻ്റെ 6S Gen 3 ചിപ്സെറ്റ് എന്തോ ആണ്. സോ ഇറ്റ്സ് മേക്ക് സെൻസ്. അതായത് ഡിമെൻസിറ്റി 6400 എന്ന് പറഞ്ഞ ചിപ്സെറ്റിനെ ഒത്തിരി ബെറ്ററാണ്. പെർഫോമൻസ് നന്നായാൽ ബാക്കി കുറേ കാര്യങ്ങൾ നന്നാവും. അതാണ് ഞാൻ ഈ ചിപ്സെറ്റിൻ്റെ പേരെടുത്ത് പറയുന്നത്. കാരണം പെർഫോമൻസ് കൊണ്ട് തന്നെ ആ ചിപ്പ് വലുതാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചിപ്പ് നല്ലതാകുമ്പോൾ തന്നെ ക്യാമറ ഉൾപ്പെടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ 6400 ഡിമെൻസിറ്റി ഒഴിവാക്കിയിട്ട് ഈ പറ പോക്കോ M7+ഓ അങ്ങനെ M17 ഇതൊക്കെ നോക്കുക. കാരണം എനിക്ക് ആ ചിപ്സെറ്റിനോടുള്ള ശത്രുത ഇങ്ങനെ ദിവസങ്ങളായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബ്രാൻഡുകൾ അത് നിർത്താനും ഉദ്ദേശിക്കുന്നില്ല, കാരണം ബ്രാൻഡുകൾക്ക് ആകെ വഴിയെന്ന് പറഞ്ഞാൽ അത് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോക്കോ M7+ ഹൈലി പ്രിഫേർഡ് ഒരു ഫോണാണ്. പിന്നെയുള്ള നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഒരു ഹോട്ട് 60 ഫോണുണ്ട്. ഇതൊരു 5G ഫോൺ തന്നെ, 17,999 ആണ്. ഇതിനകത്ത് ഡിമെൻസിറ്റിയുടെ തന്നെ 7020 അങ്ങനെ എന്തോ ഒരു ചിപ്സെറ്റാണ്. ആ ഒരു ചിപ്സെറ്റ് 6400 ബെറ്ററാണ്. സോ ഇതും കൺസിഡർ ചെയ്യുന്ന ഒരു ഫോണാണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ തന്നെ GT30 എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണുണ്ട്, 19,999 ആണ് അതിൻ്റെ നാളത്തെ പ്രൈസ് വരാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഫ്ലിപ്കാർട്ടിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും. ആമസോണിൽ HDFCയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഈ ഒരു ഓഫർ കിട്ടും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ മാത്രമേ ഇതിനൊരു ഉപകാരം ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ വളരെ റെയർ ആയിട്ടുള്ള ഫോൺസ് മാത്രമേ റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നുള്ളൂ. അതായത് നോർമൽ ഡിസ്കൗണ്ടിൽ വളരെ കുറവാണ് ഫോൺസുകളൊക്കെ.
പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക GPayയും കാര്യങ്ങളുടെ ഓഫറൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഗൂഗിൾ പേ വെച്ച് ചിലപ്പോൾ UPI പേയ്മെൻറ്റ് ചെയ്താൽ 2000 ഓഫേഴ്സൊക്കെ കിട്ടാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഫ്ലിപ്കാർട്ടിൽ. എനിവേ ക്രെഡിറ്റ് കാർഡ് ആരെങ്കിലും കയ്യിൽ നിന്ന് ഒപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഐ കാൺ ഫോഴ്സ് ബട്ട് ട്രൈ. പിന്നെ ഉള്ള കുറച്ച് ഫോൺസ് ഞാൻ പേര് പറഞ്ഞേ പോകുന്നുള്ളൂ, ഞാൻ വലിയതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബ്രാൻഡിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഇന്ന ബ്രാൻഡ് പറ്റുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരേ സ്പെസിഫിക്കേഷനുള്ള ഫോൺസാണ്. ലൈക്ക് Vivo T5 Lite, പിന്നെ ഓപ്പോയുടെ K14, K14X, Realme P4R, Realme P4 Lite. ഇതിൽ P4R നമ്മൾ അൺബോക്സ് ചെയ്താണ്, ഒഴിവാക്കുക. ഇതെല്ലാം Dimensity 6400 ചിപ്സെറ്റ് ഉള്ള ഫോണാണ്. Dimensity 6400 വെച്ച് ആകെ എനിക്ക് ഭേദമായിട്ട് വന്നത് OnePlus N6 ആണ്. പക്ഷേ അത് 22 സംതിങ്ങിലാണ്. ഒരു കാരണവശാലും മേടിക്കുക, കാരണം ആ പ്രൈസിൽ അത് നിലവിലത്തെ അവസ്ഥയിൽ അത്ര ദാരിദ്ര്യം വന്നിട്ടില്ല. വേറെ ബെറ്റർ ഫോൺസ് വേറെ നമുക്ക് പറയാം. സോ ഈ പറഞ്ഞ ഫോൺസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എനിക്ക് വലിയ എന്താ പറയുക സ്റ്റീൽ ഡീൽ അല്ലെങ്കിൽ ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊന്നും പറയുന്നില്ല, അവിടെ ഉണ്ട്. പ്രൈസിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എൻ്റെ മുഖം അത് തന്നെയാണ്. കാരണം സജസ്റ്റ് ചെയ്യാനൊരു മോട്ടിവേഷൻ പോകുന്നുണ്ട്. ഞാൻ 20 to 25, അതായത് 20,000 ബഡ്ജറ്റ് ഉള്ളവർ 25ലേക്ക് അല്ലെങ്കിൽ 22, 23 വരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാമെങ്കിൽ കുറേ രീതിയിൽ, അതായത് കൈൻഡ് ഓഫ് ഒരു മാസീവ് ഡിഫറൻസിൽ ഫോൺസ് നിങ്ങൾക്ക് കിട്ടും. കാരണം Dimensity 6400 എന്ന് കുറച്ചുകൂടെ നല്ല ചിപ്സെറ്റിലേക്കായിരിക്കും ജമ്പ് വരുന്നത്. ആ ഒരു പ്രൈസ്, അതായത് 22, 23, 24, 25 ആ റേഞ്ചിലേക്ക്. അപ്പോൾ അവിടെ നമുക്കുള്ളത് IQ Z11X ഉണ്ട്. ഈ ഒരു ഫോണിലും ഈ പറഞ്ഞ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റാണ്. 22,999 ആണ് ഓഫർ പ്രൈസ്. പിന്നെ ഉള്ളതാണ് വിവോയുടെ T5X, സെയിം സാധനം തന്നെ, ഒരമ്മ പറ്റ മക്കൾ, അത് തന്നെ 22,999 ആണ് ഇതിൻ്റെയും പ്രൈസ്. ഇനി റിയൽമി വേണമെന്ന് റിയൽമിയുടെ P4X ഉണ്ട്, ഇത് 21,999 ആണ്. ഇതും ഒരു ഈ പറഞ്ഞ ഡിമെൻസിറ്റി വെച്ചുള്ള ഫോണാണ്. അതായത് ഈ പറഞ്ഞ 3 ഫോൺസ് IPS LCD ആണ്, പക്ഷേ Dimensity 7400, 7300, അതായത് കുറച്ചുകൂടെ പെർഫോമൻസ് നല്ലൊരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺസിലൊക്കെ ഉള്ളത്. പിന്നെ ഉള്ളത് സാംസങ്ങിന് M47, സാംസങ്ങിന് F70 Pro, ഇങ്ങനെ 2 ഫോൺസാണ്. ഇതിനകത്ത് 6 Gen 3 ആണ്. ഇതും ഈ പറഞ്ഞ ഫോൺസിലും ഒരു സ്ലൈറ്റ്ലി പ്രിഫേർഡ് ആണ് ഈ ഫോൺ, കാരണം ഇതിൽ AMOLED ഡിസ്പ്ലേയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അങ്ങനെ കുറച്ച് സംവിധാനമൊന്നുമില്ല. M47 നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം മേടിക്കുക. എല്ലാം നമ്മൾ കുറേ ഫോൺസൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ പറയില്ല, ജനറൽ ആയിട്ടൊരു ഫോൺ ഞാൻ അൺബോക്സ് ചെയ്യും, ലൈക്ക് P4R, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലുള്ള പല ഫോൺസിനും ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ കൂടുതലൊന്നും ഉണ്ടാക്കാനില്ല അവരെ കൊണ്ട്. പിന്നെ അതാണ് സത്യം. എനിവേ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടോയുടെ G57 Pro, ഇത് ആക്ച്വലി നൈസ് ഒരു ഫോണാണ്. 21,999 ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് സ്നാപ്ഡ്രാഗൺ തന്നെ 6S Gen 4 ചിപ്സെറ്റൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. ഇത് നല്ലൊരു ഓപ്ഷനാണ് ആ ഒരു 25K പ്രൈസ് റേഞ്ചിൽ. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ സാംസങ് M47 ആണ് കുറച്ചുകൂടെ സുപ്പീരിയർ എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. ഇനി അടുത്താണ് നമ്മുടെ ബഡ്ജറ്റ് കാറ്റഗറി 25 to 30,000. ഇവിടെ ആക്ച്വലി വെരി ഗുഡ്, അതായത് ഒരു നമ്മൾ പറയാം, അതായത് ഓക്കെ ഒരു നോർമൽ യൂസറിന് വലിയ നെഗറ്റീവ്സ് ഇല്ല, ഒരു 80-90% ഫൈൻ എന്നുള്ള ഫോൺസ് വരുന്നത് ഈ ബഡ്ജറ്റ് കാറ്റഗറിയിലാണ്. മുമ്പ് അത് 20ക്കും താഴെ കിട്ടുമായിരുന്നു, ഇതാണ് അവസ്ഥ. പിന്നെ ഓപ്പോ K13 ഫോൺസൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, കിട്ടുവാണെങ്കിൽ എടുക്കുക, ധൈര്യമായിട്ട് എടുത്തു. 25 അണ്ടറിൽ എപ്പോൾ കിട്ടിയാലും സ്റ്റീൽ ഡീലാണ്. 25 അണ്ടറിൽ 30,000 ഏറ്റവും ബെസ്റ്റ് ഫോൺ, അത് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് നോക്കിയാലും മേടിക്കാം, നാളെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. ഓപ്പോ K13 ടർബോ, ജസ്റ്റ് ബൈറ്റ്. കാരണം പെർഫോമൻസ് ഇറ്റ്സ് പീക്ക്. സ്നാപ്ഡ്രാഗൺ 8S Gen 4 അങ്ങനത്തെ ചിപ്സെറ്റാണ്, വേറൊന്നും നോക്കണ്ട. 30,999 ആണ്. 30ക്ക് ഒരു 31K എടുത്തു. നാളെ ചിലപ്പം മേ ബി 30ക്ക് കിട്ടാം, എടുത്തു. അത്ര എനിക്ക് പറഞ്ഞു, കാരണം ചിപ്സെറ്റ് അത്രയും നല്ലതാണ്. ഓപ്പോയുടെ ക്യാമറ ക്വാളിറ്റി, ഓപ്പോ ജനറലി ക്യാമറയ്ക്ക് നല്ലതായതുകൊണ്ട് ക്യാമറ ക്വാളിറ്റിയിലും ഒരു നല്ല പ്രതീക്ഷിക്കാം. ഓഫ് കോഴ്സ് ഇതൊരു പെർഫോമൻസ് സെൻട്രിക് ഫോൺ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്ന സ്റ്റീൽ ഡീൽ, ജസ്റ്റ് ബൈ ഇറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡീൽ ഇതാണ്. അതിപ്പോഴും ഉണ്ട്, ഈ നിമിഷം നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഇത് പറയാൻ കാര്യം, നിലവിലത്തെ അവസ്ഥ വെച്ച് വേ ബെറ്റർ സ്പെസിഫിക്കേഷൻ, വേ ബെറ്റർ. കാരണം 8S Gen 4 ഈ ചിപ്സെറ്റ് ഈ ഫോണല്ല വേറൊരു ഫോൺ തരുന്നില്ല. ബാക്കി എല്ലാ ഫോൺസും 40,000, 38,000-ലൊക്കെയാണ്. 31 സ്റ്റീൽ ഡീൽ. പോക്കോ X8 Pro, ഇതിൽ നമുക്ക് Dimensity 8500 ഉണ്ട്. ഇതും ഒരു സെക്കൻഡ്, ഈ പറഞ്ഞ സെക്കൻഡ് സ്ഥാനം. അത് പക്ഷേ 32,999 ആണ് പ്രൈസ്. ഇതിലും പ്രിഫേർഡ് K30 ആയിരിക്കും. ഓഫ് കോഴ്സ് K13 ടർബോ ആയിരിക്കും പ്രിഫേർഡ്. ഇത് നോക്കാം, 32,999 ആണ്. പോക്കോ അത്രയും രൂപ കൊടുത്ത ആൾക്കാർ മേടിക്കുമെന്ന് എനിക്കല്ല, പക്ഷേ നിങ്ങൾ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. പോക്കോയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, കാരണം അമ്മാതിരി ഗിരിയുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. വിവോയുടെ T5 Pro ഉണ്ട്. ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നത് 7S Gen 4 അതായത് Dimensity ചിപ്സെറ്റ് എന്തോ ആണ്. 32,999, അതിനൊക്കെ ഭേദം മറ്റേതാട്ടോ.
പിന്നെയുള്ളത് മോട്ടറോളയുടെ 2 ഫോൺസാണ്. ഇതും ഹൈലി സജസ്റ്റാണ്. മോട്ടറോളയുടെ നമുക്ക് 60 Pro ഉണ്ട്, എഡ്ജ് 60 Pro 5G. ഒപ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫോണായിരിക്കും. കാരണം ഈ ഒരു ഫോൺ നമുക്ക് Dimensity 8350 ചിപ്സെറ്റ് ഉണ്ട്, 3D കർവ്ഡ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 28,999 കിട്ടും വിത്ത് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ്. ധൈര്യമായിട്ട് എടുക്കാം. സെക്കൻഡ് പ്രിഫറൻസ് ആയിരിക്കും. ഇനി തേർഡും ഫോർത്തും മോട്ടോ തന്നെയാണ്. മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ ഉണ്ട്, എഡ്ജ് 70 ഫ്യൂഷൻ ഉണ്ട്. രണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. ഇതിൽ 2 എനിക്കൊന്ന് നമ്മൾ അൺബോക്സ് ചെയ്താൽ, എന്തായാലും 70 ഫ്യൂഷൻ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, 60 ഫ്യൂഷൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 2 ഫോൺ ഏതെടുത്താലും നല്ലതാണ്. 60 ഫ്യൂഷൻ എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. അതേപോലെ 70 ഫ്യൂഷൻ, രണ്ടും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ. അപ്പം 30,000 വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 ഫോൺസ് ഓപ്പോ നിങ്ങൾക്ക് നോക്കാം, മോട്ടറോളയുടെ 60 Pro നോക്കാം, 60 ഫ്യൂഷൻ നോക്കാം, 70 ഫ്യൂഷൻ ഏതെടുത്താലും നൈസാണ്. ഏറ്റവും ബെസ്റ്റ് മോട്ടറോള ആണ് ഇപ്പം കത്തി നിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട്. പിന്നെ ഓപ്പോയുടെ ആ K13 ടർബോയും. ഇനി ശൂന്യതയിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നത്തിങ്ങിൻ്റെ 4A ഉണ്ട്, B ഉണ്ട്, C ഇല്ല. 4A 4B ഒക്കെ ഉണ്ട്. 4A 40,000 4B നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 31 6th Gen 4 ചിപ്സെറ്റ്. നത്തിങ് വേണമെങ്കിൽ മാത്രം അതിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫോൺസൊക്കെ ഇതിനേലും കുറച്ചുകൂടെ ബെറ്റർ ഡീലാണ്. നത്തിങ്ങിന് ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ആ ഒരു യൂണിക്നെസ് ഒക്കെ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് 4B നോക്കിയാൽ മതി. ആൻഡ് 4B ലൈക്ലി നമ്മളൊരു അൺബോക്സ് ചെയ്യാൻ സാധ്യത കൂടുതലൊരു ഫോണാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ബഡ്ജറ്റ് 30 to 40 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് പോക്കോയുടെ F7 എന്ന് പറഞ്ഞ ഫോണുണ്ട്, 36,000 ആണ്. ഇതും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആൾക്കാർക്ക് കൺസിഡർ ചെയ്യുന്നൊരു ഓപ്ഷനാണ്. ഇനി അതിൻ്റെ മേളിലോട്ട് വേണമെങ്കിൽ 50,000 മേളിലോട്ട് നിങ്ങൾക്ക് ഒരു ഓൾ റൗണ്ടർ പാക്കേജ് വേണമെങ്കിൽ OnePlus 15R. പിന്നുള്ളത് IQൻ്റെ 15R ഉണ്ട്, IQൻ്റെ 15 ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. OnePlus 15R ഈസ് മോസ്റ്റ് പ്രിഫേർഡ്. കാരണം അത് ഓൾറൗണ്ടർ ബാലൻസ് ആണ്, ക്യാമറ ഉൾപ്പെടെ ബാലൻസ് ആയിരിക്കും. 15 വരുമ്പോൾ 15R നമ്മൾ അൺബോക്സ് ചെയ്ത ഫോൺസാണ്. പക്ഷേ ക്യാമറയുടെ കാര്യം അതിൽ കുറച്ച് ഡൗൺ സൈഡിലാണ്. പക്ഷെ നല്ലതാണ് കേട്ടോ. ഞാൻ പറയാം, കൺസിഡറിങ് ഇത് ആ ഒരു രീതിയിൽ. പിന്നെ ഓഫ് കോഴ്സ് ഐഫോണൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റഡ് ഐഫോണിലേക്ക് പോയി. പിന്നെ സാംസങ് S25 ഉണ്ട്, അത് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ. S25 ലൈക്ക് 60 ആ റേഞ്ചിലുണ്ട്. S25 FE ഉണ്ട്, 47,999. ഇറ്റ്സ് ഓൾസോ ഒരു ഗുഡ് ഓപ്ഷനാണ്. സാംസങ് തന്നെ വേണം. അതേപോലെ തന്നെ കൺസിഡർ, അതായത് ഒരു ട്രസ്റ്റ് വർത്തി ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ബ്രാൻഡ് വാല്യൂ ഉള്ള ഫോൺ, വിശ്വസിക്കാം എന്നൊക്കെ പറയാം. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഗ്രീൻ ലൈനിലൊക്കെ സാംസങ് വരാം. ഞാൻ പറയുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് S25 FE നോക്കാം. പിന്നെ അങ്ങ് മേളിലോട്ട് പോകുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐഫോണിൻ്റെ റേറ്റ് ഇനി കൂടത്തേ ഉള്ളൂ, അതാണ് സത്യം. iPhone 17 നിലവിൽ 79,900, അതായത് 83,000 ഐഫോൺ ചിലപ്പോൾ ഒരു 80,000 വരും. 17 Pro ഒരു 1,29,000 റേഞ്ചിലേക്ക് വരും. 17 Pro Max ഒരു 1,40,000 വരും. സോ അടുത്ത മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഐഫോണിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ഐഫോൺ എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇതായിരിക്കും ബെസ്റ്റ് ടൈം. എനിക്കറിയാം 80 വലിയ തുകയാണ്, പക്ഷേ 80-90 ആകുന്നതിന് മുമ്പേ മേടിക്കുന്നതായിരിക്കും ഭേദം. നിങ്ങൾ ഐഫോൺ എടുക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ മൈൻഡ് സെറ്റായിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇതായിരിക്കും കറക്റ്റ് ടൈം. ബിഗ് ബില്യൺ ഡേക്ക് എനിക്ക് തോന്നുന്നില്ല 50,000 iPhone 17 വരുമെന്ന്. അത് എല്ലാ വർഷത്തെ ഒരു എന്താ പറയുക, ഒരു ലോട്ടറി പോലത്തെ ഒരു സംവിധാനം ഇങ്ങനെ വരുന്നതാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നില്ല അത് വരുമെന്ന്, കാരണം അത്രയ്ക്കും ദാരിദ്ര്യമാണ് മാർക്കറ്റ്. മേ ബി ഒരു 70-ക്കൊക്കെ വന്നാലേ ഉള്ളൂ. ഇപ്പോൾ 80 ആണ്, 70-65 റേഞ്ച് മേ ബി. അതാണ് ഐഫോണിൻ്റെ കാര്യങ്ങൾ. പിന്നെ സാംസങ് S25 Ultra, ഇതിൻ്റെ റേറ്റ് കുറഞ്ഞെന്തോ 75-നോ 70-ക്ക് എന്നോ വന്നതാണ്. പക്ഷെ ഇപ്പോൾ 90-ലാണ് നിൽക്കുന്നത്. ബട്ട് 90-ക്ക് കിട്ടും. അപ്പം അങ്ങനെ ഹൈ സെറ്റപ്പിലേക്ക് പോകേണ്ടവർക്ക് അതും നോക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഓഫേഴ്സിലുള്ള ഫോൺസ്. അപ്പം എനിക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഞാൻ പറഞ്ഞല്ലോ, 15,000 M70, 20,000 എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്തു പറയാനില്ല. പക്ഷേ M36 ഒക്കെ ഉണ്ട് കേട്ടോ, അത് നല്ല ഫോണാണ്. സാംസങ് M36, M35, 20-25 കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. IQ C11X ആ ഒരു സെറ്റ് ഉണ്ട് കുറച്ച്. അവിടെ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാംസങ് M47 ഒക്കെയാണ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ A സീരീസ് ആ റേഞ്ചിലൊക്കെ ഉണ്ടായാൽ നോക്കാം, A35 അങ്ങനെ എന്തൊക്കെയൊക്കെ. 30,000 ആണ് ഞാൻ നോക്കിയിട്ട് ബെസ്റ്റ്. ഒപ്പോ K13 ടർബോ സ്റ്റീൽ ഡീൽ, പോക്കോ X8 Pro ഫൈൻ, എഡ്ജ് 60 Pro 5G സ്റ്റീൽ ഡീലാണ്, എഡ്ജ് 60 ഫ്യൂഷൻ, എഡ്ജ് 70 ഫ്യൂഷൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇത് മൊത്തത്തിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ ആ കുറച്ച് ഫോൺസാണ്, അതായത് 20-30 കുറച്ച് ഉള്ളത്. അതിന് താഴോട്ടും തകർച്ചയാണ്, 30-ക്ക് മേളിലോട്ടും സ്ലൈറ്റ് തകർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്, ലൈക്ക് 31-ന് മേളിലോട്ട്. അപ്പം ഞാൻ എല്ലാ ഫോൺസും ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇതിൽ കൂടെ നിങ്ങൾ ഫോൺ മേടിക്കുവാണെങ്കിൽ ചാനൽ അതൊരു ഹെൽപ്പായിരിക്കും.
അതേപോലെ തന്നെ ആമസോണിലുള്ളതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നേക്കാം, അതിലൂടെ മേടിക്കുകയാണെങ്കിൽ പിന്നെയും പറഞ്ഞ പോലെ തന്നെ ചാനൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇത്രയുള്ള പറയാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും